ഈ തുഷാർ വെള്ളാപ്പള്ളി ഞാൻ വെല്ലുവിളിക്കുക, എന്നെ ഒന്ന് ശിക്ഷിപ്പിക്കരുത്, നിനക്ക് തനിക്കും തൻ്റെ അച്ഛനും കഴിവും കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ കൂടെ നിന്ന് ഒപ്പമുണ്ടായിരുന്നവർ ഒപ്പം നിന്ന സ്ഥാനത്ത് നിന്ന് പോകുന്നതോടൊപ്പം തന്നെ പലരും മരണപ്പെട്ട കഥകളും ഇതിന് പിന്നിലുണ്ട്. പിണറായിയുടെ പോലെ പൃഷ്ഠം കഴിവ് നടക്കുമല്ലായിരുന്നു ചെയ്തത് കേരളത്തിൽ കൂടെ. അതിക്ക് നിലപാടുണ്ടോ? ഞങ്ങളെപ്പോലുള്ള ആളുകളെ കുരുതി കൊടുക്കുകയല്ലേ ചെയ്തത്. കേരളം മുതൽ ഈ വെള്ളാപ്പള്ളി ഡേസിൽ കേരളം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ജില്ലകളിൽ പ്രോസിക്യൂട്ടർമാരെ ഇയാൾ കാശി മേടിച്ച് വിൽക്കുകയാണ് ചെയ്തത് വെള്ളാപ്പള്ളി. തുഷാറും വെള്ളാപ്പള്ളി എല്ലാം കൂടി പറഞ്ഞിട്ട് 26 അൺഎയ്ഡഡ് കോളേജുകൾ കേരളത്തിൽ തുടങ്ങി. 1 കോടിയോളം രൂപ കോൺട്രാക്ട് 72 ലക്ഷം രൂപ അയക്ക് തന്നെ കൊടുക്കാൻ. കീർവാണം പറയുമ്പോൾ അതിനൊരു സുഖം വേണമല്ലോ, സത്യസന്ധത വേണം. ഇപ്പം വെള്ളാപ്പള്ളി ഡേസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ പേരുള്ളൂ. ഒരു ട്രസ്റ്റ് പ്രോപ്പർട്ടി ആർക്കെങ്കിലും വിൽക്കാൻ പറ്റും? ഈ മഠയൻ എന്നെ ഈ വിളിച്ച് പറയും. ഈ തുഷാറിന്റെ പള്ളിക്കൂടത്ത് പോയിട്ട് ഇങ്ങനെ പറയൂ. ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഗുരു അയച്ച ഒരു ദൈവദൂതനായിട്ടാണ് ഞാൻ ഗോപാലനെ. ഗുരു അയച്ച ഒരു ദൂതനായിട്ടാണ്. ദൂത ചേഷ്ടകളൊക്കെയും ദേവശാസനയല്ലേ, ഇതൊരു പ്രമാണമാണ്. ദൂതനാരാണ്? ഗോപാലനാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഞാൻ വെല്ലുവിളിക്കുകയാണ്, മനസ്സിലായോ? അവസാനം പ്രതിസന്ധിയിലായി. കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1 കോടി അടുത്ത് രൂപ കോൺട്രാക്ടർക്ക് കൊടുക്കാനുണ്ട്. തുഷാർ പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. 1 കോടിയോളം രൂപ കോൺട്രാക്ട് 72 ലക്ഷം രൂപ അയക്ക് തന്നെ കൊടുക്കാനുണ്ട്. കെട്ടിടം പണിതാണ്. ഇയാൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ നിന്ന് മാറാൻ നടക്കുക. എൻ്റെ മോളെന്ന എൻ്റെ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇയാൾ വരുന്ന 3-4 വണ്ടിയല്ല എൻ്റെ വീട്ടോട് വരുന്നത്. എൻ്റെ കുഞ്ഞോടി 2ാം നില കയറുക പേടിച്ചിട്ട്. ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുമോ? എൻ്റെത് മുഴുവൻ പോയി. ഈ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. എൻ്റെ അച്ഛൻ തന്ന വസ്തു വിറ്റിട്ടാണ് കടം വിട്ടു. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വസ്തുവിൻ്റെ ഒരു ഭാഗം ഞാൻ വിറ്റിട്ടാണ് ഞാൻ കടബാധ്യത തീർത്തത്. എൻ്റെ വക്കീൽ ഓഫീസ് ഉൾപ്പെടെ ഏറ്റുമാനത്ത് വക്കീൽ ഓഫീസിൽ ഇരിക്കുന്ന 12 സെൻറ്റ് സ്ഥലം കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് വരെ ഞാൻ ഇത് പണിത്. അവസാനം ഈ ആരും അടയ്ക്കത്തില്ലല്ലോ. ഞാൻ എൻ്റെ ഭൂമി വിറ്റിട്ട് ഇറങ്ങി. ഇത് കോപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ എടുത്താൽ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇതാണ് സത്യം. ഞാൻ കാല് പിടിച്ചിട്ടുണ്ട് തുഷാറിൻ്റെയും അപ്പൻ്റെയും. പിന്നെ ആ കാര്യത്തിൽ പ്രീതി ചേച്ചി മാത്രമേ എന്നോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഒരു മകനോടുള്ള കാരുണ്യം അവരെന്നോട് കാണിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവരെന്നെ വിളിച്ചു വരുത്തി, സന്തോഷം നീ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോവാ, നാളെ വല്ലോ ഞാൻ ചേട്ടനോടെന്ന് പറയാം, ഒരു ലോൺ എടുക്കാനുണ്ട്, ഒരു 50 ലക്ഷം രൂപ കിട്ടി എൻ്റെ പ്രശ്നങ്ങൾ തീരുവന്ന്. ചിലപ്പോൾ എടുക്കാൻ ഞാൻ നന്നായി, എടുത്തിരുന്ന ഇപ്പോൾ ബാങ്ക് കൊണ്ടുപോയനെ, ഇത് മുഴുവൻ കൊണ്ടുപോയനെ, ഒന്നും കിട്ടത്തില്ല. തുഷാറും വെള്ളാപ്പള്ളി എല്ലാം കൂടി പറഞ്ഞിട്ട് 26 അൺഎയ്ഡഡ് കോളേജുകൾ കേരളത്തിൽ തുടങ്ങി. തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തിരുവല്ല, കുട്ടനാട്, കോതമംഗലം, ഇങ്ങനെ എണ്ണിയാലുടങ്ങുന്ന 26 ഒറ്റ എണ്ണയിൽ എല്ലാം പൂട്ടിപ്പോയവനാണ് ഈ കീർവാണം അടിച്ച് നടക്കുന്നത്. ഈ കീർവാണം പറയുമ്പോൾ അതിനൊരു സുഖം വേണമല്ലോ, സത്യസന്ധത വേണമല്ലോ. ഇപ്പം വെള്ളാപ്പള്ളി ഡേസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ പേരിടുമോ? ചത്ത് കഴിയുമ്പോഴല്ലേ പേരിടുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പേരിട്ട് ആരെങ്കിലും പള്ളിക്കൂടം തുടങ്ങും. അപ്പം അതിന് വെള്ളാപ്പള്ളി ഡേസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം മാവേലിക്കര കളിച്ചു വെച്ചു. 25 ലക്ഷം പല ട്രസ്റ്റ് മെമ്പർമാരാണല്ലോ. അതും ബാധ്യത കയറി നശിച്ച് ബാങ്ക് കൊണ്ടുപോവുക. ഇവിടെ പാലായാലും അതിന് സംഭവിച്ചു. ഞാൻ പിന്നെ ബാങ്കിൽ എന്നെ ഒന്ന് പ്രീതി ചേച്ചി വിളിച്ചു വരുത്തില്ലോ, ചേട്ടനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇതെവിടെ ഇരിപ്പുണ്ട്? ഞാൻ കയറി ചെന്ന് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലുള്ള കസേരകളിൽ ഇരിക്കുക. ഇവർ 2 പേരുണ്ട്, ഭാര്യ. എന്താണോ മഹാനെ വന്നെന്നൊക്കെ ചോദിച്ചു വലിയ കാര്യത്തിൽ വർത്തമാനം തുടങ്ങി. ഞാൻ ഇതിൽ പാസ് ചെയ്തപ്പോൾ ഒന്ന് അങ്ങേ കണ്ടിട്ട് പോകുന്ന കുറച്ച് കയറുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ മാഡം പറഞ്ഞു, ചേട്ടാ സന്തോഷിൻ്റെ കോളേജിന് 2-3 ക്ലാസ് റൂമും കൂടെ തീരാനുണ്ട്. ചേട്ടനൊരു ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ അവന് 50 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ അവനത് തീർത്തു തന്നെ. ഇയാൾ നാക്കും കടിച്ച് മറ്റേ ഒരു റിപ്പോർട്ടർ ചാനലുകാരൻ്റെ നാക്ക് കടിച്ചില്ലേ, നാക്കിങ്ങനെ അടിക്കുന്ന പരിപാടിയില്ലേ, നാക്കടി ചാടിയും കയറ്റിട്ട് 2 തെറി പെമ്പർനൂത്തിന്. മറ്റേ മോളെ 6 കോളേജ്, എവിടുത്തെ കോളേജ്? ഞാൻ ഇറങ്ങി ഓടി. ഇതാണ് വെള്ളാപ്പള്ളി ഡേസിൽ നിന്നും നമുക്ക് കിട്ടിയ അനുഭവം. ഇത് സത്യമായ കാര്യങ്ങളാണ് ഞാൻ വിളിച്ച് പറയുന്നത് പൊതുസമൂഹത്തിൽ. ഇതെല്ലാം കഴിഞ്ഞ് പ്രതിസന്ധി മുറുകി, പണം കൊടുക്കാൻ ആളുകൾക്ക് കിടക്കുന്ന ആകെപ്പാടെ പ്രതിസന്ധികൾ. ഒരു രക്ഷ ഇത് മുമ്പോട്ട് പോകത്തില്ല. ഞാൻ കാല് പിടിച്ച് ഈ സ്ഥാപനം ഏറ്റെടുക്കാൻ എടുക്കുകയില്ല. ഇയാൾ വന്ന് ഒരു പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് അത് ആവശ്യ സമയത്ത് ഞാൻ പരസ്യം ചെയ്യും. പിന്നെ ഞാൻ കോളേജിലെ മുഴുവൻ ട്രസ്റ്റ് മെമ്പർമാരെയും വിളിച്ചു കൂട്ടി. ഈ കീർവാൻ അടിച്ച തുഷാർ വെള്ളാപ്പള്ളിനെ വിളിച്ചു വരുത്തി ഇവനവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒരിക്കലും SNDP യോഗത്തിൽ എടുക്കാൻ പറ്റത്തില്ല.
SNDP യോഗത്തിന് ഇതൊന്നും നടക്കുകയില്ല. പിന്നെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഫ്രീ തരാമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഏതാ ഇത്രയും കോടി രൂപയുടെ സ്വത്തും കെട്ടിടവും ഫ്രീ കൊടുക്കണം, കടങ്ങളൊക്കെ നിങ്ങൾ തന്നെ വീട്ടിക്കണം. ഈ ട്രസ്റ്റ് മെമ്പർഷിപ്പ് തന്നിരിക്കുന്നതിന് 20 ലക്ഷം വരെ തന്ന ആളുണ്ട്. അവരുടെയൊക്കെ അവർ ഡൊണേഷൻ ആയിട്ട് എടുക്കും. എങ്ങനെയുണ്ട് ഐഡിയ? അതുകൊണ്ട് ഇതൊന്നും നടക്കുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആണ്, ഇതും SNDP ആയിട്ട് യാതൊരു ബന്ധവുമില്ല ട്രസ്റ്റ് എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസംഗിച്ചിട്ട് പോയവരാണ് തുഷാർ വെള്ളാപ്പള്ളി. അന്ന് MP ശ്രീകുമാറും ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് ദിസ് ഈസ് ദ ട്രൂ ഫാക്ട്. അവസാനം ഞങ്ങൾ പ്രതിസന്ധിയായി. അപ്പോൾ ഞാൻ യൂണിറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് 2020. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. ഞങ്ങളുടെ ആഫീസ് പ്രവർത്തിച്ചുകൊണ്ടത് യൂണിയൻ ഓഫീസിൻ്റെ ഒരു പോർഷനിലായിരുന്നു. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കസേരയും മേശയിലെടുത്ത് വെളി വെച്ചു. ഞാൻ ഇരുന്നുകൊണ്ടിരുന്ന ഈ ട്രസ്റ്റിൻ്റെ ഓഫീസിൽ സ്റ്റാഫിനോടെല്ലാം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എൻ്റെ മേശയും കസേരയിലെടുത്ത് മുറ്റത്തിട്ടു. ഞാൻ എൻ്റെ നേരെ വാതിക പേണ്ടാനത്ത് പ്ലാസ എന്ന് പറഞ്ഞു മോഹൻദാസ്, ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ, അയാൾ വലിയ സമ്പന്നനായ സാത്വികനായിരുന്നു, നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു സാറേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നേരെ വാതിക പുള്ളിയുടെ മുറിയിൽ പോയിരുന്നു. എഗ്രിമെൻറ്റിനകത്ത് 5000 രൂപ വാടക, ഒരു പൈസ പുള്ളിക്ക് വാടക കൊടുത്തിട്ട് 4 മാസം അവിടെ ഇരുന്നു. വാടക കൊടുത്തിട്ടുമില്ല. പുള്ളി 10-18 ലക്ഷം രൂപ അതിനകത്ത് മുടക്കിയിട്ടുള്ള ആളാണ് ഈ കോളേജ് ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ സ്റ്റാഫ്, കോളേജിലെ സ്റ്റാഫ് വരാതായി. അവിടെ കോളേജ് പൂഞ്ഞാറല്ലേ. അവസാനം ഞാൻ പറഞ്ഞു വേറെ മാറുന്നില്ല, വാടകയും കൊടുക്കണ്ടൊന്നും കൊടുക്കണ്ടോ, താൻ അവിടെ പോയിരിക്കാൻ പറഞ്ഞ് അയാളെ അങ്ങോട്ട് മാറ്റി. അയാളവിടെ പോയിരുന്നു, കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ബാധ്യത തീരുന്നില്ല. അവസാനം ട്രസ്റ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനിച്ചു. 25 ആയിരുന്നു അന്നത്തെ കമ്മിറ്റിക്കാർ. 25 പേരും ഒറ്റയാൾ പോലും എതിർക്കാതെ തീരുമാനിച്ചു ഇഷ്ടമുള്ള ആളെ നമുക്ക് അതിനകത്ത് ചേർക്കാം. പ്രധാനമായും ഗോപാലേട്ടനോട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ ഇതിനകത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇതിൻ്റെ ചെയർമാനോ ഭാരവാഹിയാക്കി. ഇങ്ങനെ ഈ സ്ഥാപനത്തെ രക്ഷിക്കണം, വേറെ നിർവാഹമില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വിദ്യാഭ്യാസം കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഈഴവർ. വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം അറിയാത്ത NS സാറിനോട് നമ്മളെന്താ പറയാനാ, തുഷാറിനോട് എന്താ പറയട്ടെ. അവസാനം തീരുമാനമെടുത്തു, എല്ലാം ഈശ്വര നിശ്ചയം, എല്ലാം ഗുരുനിശ്ചയം. 2 ദിവസത്തിനകത്ത് ഗോപാലേട്ടനെ കാണാൻ അവസരം കിട്ടുന്നു. ഞങ്ങൾ വെഞ്ഞാറമ്മൂട് മെഡിക്കൽ കോളേജ് പുള്ളി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നു. ഞാൻ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സീനിയർ വൈസ് ചെയർമാൻ ശാരദൻ ചേട്ടന്, ഒരു മനോജ് ട്രസ്റ്റ് വെച്ചുകൂട്ടി, ഒരു സോമൻ ചേട്ടൻ, ഞങ്ങൾ 4 പേര് അവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്തി, ഒരു പ്രൊഫസർ സുശീല ടീച്ചറാണ് ഞങ്ങളെ ഗോപാലേട്ടനുമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യുന്നത്. സുശീല ടീച്ചർ ഈ മെഡിക്കൽ കോളേജിൻ്റെ വാതിക്ക് വഴി നിൽപ്പുണ്ട്. അയ്യോ ഗോപാലേട്ടൻ പോയി, പുള്ളി എയർപോർട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമുക്ക് എയർപോർട്ടിൽ വെച്ച് പിടിക്കാം, വണ്ടി വിടാൻ പറഞ്ഞു. ഈ ടീച്ചറെ കയറ്റി ഞങ്ങൾ വിട്ടുപോയി. വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു, ആണ് ദൈവനിശ്ചയം. അവിടെ വെച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിക്കുക, എവിടം വരെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ആരൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി അന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്ത് പുള്ളി തിരിച്ചു പോയി. തിരിച്ച് വീണ്ടും മെഡിക്കൽ കോളേജ് വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. വന്നപ്പോൾ എന്നാ പുള്ളി മെഡിക്കൽ കോളേജ് വന്നിട്ട് പുള്ളി വീണ്ടും അടുത്ത യാത്രയ്ക്ക് വണ്ടിയിലോട്ട് കയറുമ്പോഴാണ് എന്നെ കാണുന്നത്. എന്നെ കണ്ട് ഒന്നും മിണ്ടിയില്ല. ആ സന്തോഷം വന്നല്ലേ ചോദിച്ചു. 9ാം നില 12ാം നിലയിലാണ് പുള്ളിയുടെ താമസിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൻ്റെ 12ാമത്തെ നിലയിലാണ്. ഞാൻ അവിടെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ അതുവരെയുള്ള കണക്ക് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. ഇത്ര ബാധ്യതകൾ ഇതിനൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. അപ്പം ഞങ്ങളെല്ലാവരും കൂട്ടി ഞാൻ പുള്ളി കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എനിക്ക് നിങ്ങളുടെ കോളേജ് വേണ്ട. ഒരു ട്രസ്റ്റ് പ്രോപ്പർട്ടി ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? ഈ മഠയൻ എന്നെ ഈ വിളിച്ച് പറയുന്നത്. ഈ തുഷാറിന് പള്ളിക്കൂടത്ത് പോയിട്ടുണ്ട് ഇങ്ങനെ പറയൂ. ഒരു ട്രസ്റ്റ് പ്രോപ്പർട്ടി ഒരു ട്രസ്റ്റിനെ കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ, ശരിയാണോ? ഒരു വ്യക്തിക്ക് വിൽക്കാൻ പറ്റൂ, അത് ട്രസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് നോൺ പ്രോഫിറ്റബിൾ ആണ്, ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് അല്ലല്ലോ ഇത്, ആണോ? ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഗുരു അയച്ച ഒരു ദൈവദൂതനായിട്ടാണ് ഞാൻ ഗോപാലേട്ടനെ കാണുന്നത്. ഗുരു അയച്ച ഒരു ദൂതനായിട്ടാണ്. ദൂത ചേഷ്ടകളൊക്കെയും ദേവശാസനയല്ലോ എന്നൊരു പ്രമാണമുണ്ട്. ദൂതനാരാണ്? ഗോപാലേട്ടനാണ്. ആരുടെയാ ശാസന? സാക്ഷാൽ ഗുരുവിൻ്റെയാണ്. മഹാഗുരുവിൻ്റെ പേരിലുള്ളൊരു പ്രസ്ഥാനമാണ്, അതിനെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിക്കുന്നു. ഞാൻ അടുത്ത ദിവസം കോളേജ് വരുന്നു. അദ്ദേഹം വന്നപ്പം ചങ്കത്തടിച്ച്, ഞാൻ കൊറ്റ തന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചങ്കത്തടിച്ചവരും ഉണ്ട് എൻ്റെ കൂടെ അന്ന്. അവരിപ്പോൾ വെള്ളാപ്പള്ളി പക്ഷത്ത് നിൽക്കുകയാണ്. ഇപ്പം ചാടി കാരണം സ്ഥാനത്തിന് വേണ്ടിയൊക്കെ പോകുന്നു. സ്ഥാനം കിട്ടാനും കാശ് കിട്ടുമ്പം എവിടെയും പോകുന്നവരും ഉണ്ട് ഈ സമുദായത്തിനകത്ത്. ഞാൻ പറഞ്ഞ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, കുറ്റപ്പെടുത്താനും പറഞ്ഞതല്ല. ആ മനുഷ്യൻ വന്ന് ഈ കോൺട്രാക്ട് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും കൊടുത്തു. 30 ലക്ഷം രൂപ അതുവരെ ശമ്പള കുടിശ്ശികയായിരുന്നു. ഇത് മുഴുവൻ ആ മനുഷ്യൻ മുടക്കി. ഈ 16 പിള്ളേരായി കോളേജിൽ, 16 ജോലിക്കാരും. ശമ്പളം കൊടുക്കാൻ പറ്റുമോ? നിർവാഹമില്ല. അവസാനം ഓരോ മാസത്തെ ശമ്പളം തരുന്നത് ഗോപാലേട്ടന്. ഞാനവിടെ ഇത് ചെക്ക് ഒപ്പിടാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേന് പറയും, ഈ മാസവും ശമ്പളം എന്നോടാണ് ചോദിക്കുന്നത്.
ഇതുവരെ അതിനൊക്കെ ഞാൻ പറഞ്ഞ എവിടെ നിന്ന് കിട്ടാനോ കോലിട, പിള്ളേരില്ല. ഇതാണ് അവസ്ഥ. ആ മനുഷ്യൻ അതിനുശേഷം 3 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത കെട്ടിടം കംപ്ലീറ്റ് വേറെ രീതിയിലേക്ക് അങ്ങ് മാറ്റി. 80 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. ഇത്രയും കള്ളമൊന്നും പറയാൻ പാടില്ല. ഗോകുലം ഗോപാലിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും പാലായിലെ കോളേജ് വേണ്ട. അദ്ദേഹത്തിന് എവിടെ ഇത്രയും കാശ് മുടക്കിയിരുന്ന അദ്ദേഹത്തിന് സ്ഥലം മേടിച്ച് സ്വന്തം കോളേജ് ഉണ്ടാക്കത്തില്ല. അയാളുടെ സ്വന്തം പേരിൽ ഇത് ഈ ട്രസ്റ്റിൻ്റെ ഇതിനകത്തൊന്ന് പേരിട്ടുണ്ട്. അദ്ദേഹം പാലായിലെ പാവപ്പെട്ട ഈഴവ സമുദായത്തിൻ്റെ ചിരകാല സ്വപ്നമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് നിലനിർത്തണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ആ മനുഷ്യൻ ഏറ്റെടുത്തു എന്നല്ലാതെ ആ മനുഷ്യൻ യാതൊരു തെറ്റ് വരെ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് മാവേലിക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. 10-15 കോടി രൂപ അന്ന് ശ്വാസം മുട്ടി മരിക്കാൻ നിൽക്കുന്നവർക്കാണല്ലോ 15 കോടി രൂപ എടുത്താൽ കൊടുക്കുന്നത്, അല്ലെ മുടക്കുന്നത് നിലനിർത്താൻ വേണ്ടിയിട്ട്. അത് നിലനിർത്തി കഴിയുമ്പോഴത്തേന് അത് ഇപ്പം അവർ തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരാവും. എന്നെപ്പോലുള്ളവർക്ക് നിലപാട് മാറാൻ പറ്റത്തില്ല. ഞാനൊരിക്കലും സത്യം വിട്ട് വാക്ക് പറയുകയോ സത്യം വിട്ട് പെരുമാറുകയോ ചെയ്യത്തില്ല. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതെ, ആ ഒരു ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്താൻ അന്ന് തയ്യാറാകാത്തവർ പിന്നെ തയ്യാറായവരെ കുറ്റപ്പെടുത്തുന്നതിലൊരു ധാർമ്മികത എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ കൂടെ പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ 32 കൊല്ലം കൂടെ നിന്ന് ബാല്യകാലം മുതൽ യൗവനവും തീർന്ന് ഒരു 55-60 വയസ്സിലേക്ക് എത്തിയ മഹേശൻ സ്വന്തം മുറ്റത്ത് സ്വന്തം 100 മീറ്ററിനകത്ത് കെട്ടിത്തൂങ്ങി മരിഞ്ഞിട്ട് വല്ല ഫീലിംഗും ഉണ്ടായോ? ധാർമ്മികത ഉണ്ടായോ? ആ വീട്ടിലൊന്ന് പോയോ? അവരെ ഒന്ന് ആശ്വസിപ്പിച്ചോ? അവർക്ക് എന്തെങ്കിലും ചെയ്തു? ഈ തുഷാർ വെള്ളാപ്പള്ളി ചെയർമാനും മഹേശൻ കൺവീനറുമായിട്ടാണ് ചേർത്തല SNDP യൂണിറ്റ് ഇരുന്നത്. ചെയർമാനും കൺവീനറും അറിയാതെ പൈസ എടുക്കാൻ പറ്റുമോ എവിടെന്തെങ്കിലും? ജോയിന്റ് അക്കൗണ്ടാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ചതിവും വഞ്ചനയും കാണിച്ചിട്ടത് എന്ത് കള്ളവും വിളിച്ചു പറയും. ഇത്രയും വർഷം ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിൽ ഒരു തുമ്പുമില്ലാതെ അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കാതെ കൊണ്ടുപോയതിൽ അതിപ്പോ സതീശൻ സാർ എന്തെങ്കിലും ചെയ്യുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ നടക്കുന്ന കാര്യമൊക്കെ എനിക്ക് സംശയമാണ്. കാരണം അങ്ങനെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ഇപ്പൊ കൂടെ നിന്ന് ഒപ്പമുണ്ടായിരുന്നവർ ഒപ്പം നിന്ന സ്ഥാനത്ത് നിന്ന് പോകുന്നതോടൊപ്പം തന്നെ പലരും മരണപ്പെട്ട കഥകളും ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ഗോപാലേട്ടൻ പലരും കൊന്നെന്ന് പറയുന്നുണ്ട്. എത്ര പേരെ വെള്ളാപ്പള്ളി കൊല്ലിച്ചിട്ടുണ്ടെന്ന് പറയണം. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയാണ് ഈ കൊലപാതകങ്ങളും. ഗോപാലേട്ടൻ അങ്ങനെ വൃത്തികേട് കാണിക്കുന്ന ആളല്ലെന്നേ. ഐ നോ ഹിം പേഴ്സണലി. എനിക്ക് കേരളത്തിൽ ഒരുപാട് പൊതുരംഗത്ത് നിൽക്കുന്നവരും അല്ലാതെ ഒരുപാട് ആളോട് എനിക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. ഈ മനുഷ്യനെ ഒരു വേറിട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു ചീത്തവാക്ക് ആരോടും പറഞ്ഞായിട്ട് പറയാവോ? ഇയാൾ നാക്കെടുത്ത തന്തയ്ക്കും തിളക്കി വിളിക്കുകയുള്ളൂ, തെറിയെ വിളിക്കുകയുള്ളൂ. എനിക്കിട്ട് ഇയാൾ ചവിട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ അച്ഛൻ. എന്നെ CPM-കാർ അവിടെ തടഞ്ഞു വെച്ച് 5 മണിക്കൂർ ഇത് കഴിഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. അവിടെ വിളിച്ചിട്ട് ഇയാൾ എല്ലാവരും ചവിട്ടിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊടിഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ എന്നാ ചെയ്യേണ്ടത്? പൊൻകുടത്തിൽ താമര വിരിക്കാൻ നടന്ന് പൊൻകുടം പൊട്ടി താമരം പാടിയപ്പോഴേ ചാടി CPM-ന്റെ കാലെ പിടിച്ചവനാണ് ഈ നടേശൻ സാറ്. പിണറായിയുടെ പോലെ പൃഷ്ഠം കഴിഞ്ഞ് നടക്കുമല്ലായിരുന്നു ചെയ്തത് കേരളത്തിൽ കൂടെ. അതിക്ക് നിലപാടുണ്ടോ? ഞങ്ങളെപ്പോലുള്ള ആളുകളെ കുരുതി കൊടുക്കുകയല്ലേ ചെയ്തത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 35-ാമത്തെ ദിവസം 40 ദിവസം ആയപ്പോഴത്തേനാണ് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. എൻ്റെ പേര് റഫർ എഴുതി കളഞ്ഞ കേസ്, കള്ളക്കേസ് കുത്തിപ്പൊക്കി 11 ക്രിമിനൽ കേസ് എടുപ്പിച്ച് എൻ്റെ പേരിൽ. അതിന് മുഴുവൻ മൗനാനുവാദം കൊടുത്തത് വെള്ളാപ്പള്ളിയുടെ അച്ഛനാണ്. കൂടെ നിൽക്കുന്നതോട് അങ്ങനെ ചെയ്യുമോ? ഇയാളെ ഞാൻ വെല്ലുവിളിക്കാം, അപ്പനെയും മകനെയും. എന്നെ ഒന്ന് ശിക്ഷിപ്പിക്കുന്നത് നിനക്ക് തനിക്കും തൻ്റെ അച്ഛനും കഴിവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ഇയാളെ പിണറായിയുടെ പോലീസിലൂടെ ശേഷിച്ച് ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിപ്പിക്കുക എന്നെ. ഈയിടെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് ഒരു കേസ് വിസ്തരിക്കുക, ഒരുത്തർ കൂട്ടിക്കയറി നിൽക്കുക. അപ്പോൾ സാക്ഷിയോട് ചോദിച്ചു, തനിക്ക് എന്നാടോ ഇതിനകത്ത് കേസ്? ഈ കേസിനകത്ത് യഥാർത്ഥ അഗ്രിയോട് സന്തോഷ് കുമാറല്ലേ? ഒരു കാര്യമില്ലാത്ത കേസ് പ്രതിയാക്കുക, മനസ്സിലായി? CMP കൊടുക്കുക, CMP കൊടുത്ത് കേസെടുപ്പിക്കുക. ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ് പോലീസുമായിട്ട് പറഞ്ഞിട്ട്. ഇതെല്ലാം ചോദിച്ചു, കോടതിക്ക് ചോദിച്ചു. പെട്ടെന്ന് കേസ് വന്നു. പിറ്റേ ദിവസം ജില്ലാ കോടതി TP കൊടുത്തിരിക്കുന്നത്, ട്രാൻസ്ഫർ പെറ്റീഷൻ. ഞാനാണ് ജില്ലാ ജഡ്ജി മനോജ് സാറിന് മുമ്പ് പോയി കേസ് വാദം പറഞ്ഞത്, പേഴ്സണലി പാർട്ടി ഇൻ പേഴ്സൺ അപ്പിയർ ചെയ്തിട്ട്. ദാറ്റ് വാസ് ഡിസ്മിസ്ഡ് ബൈ ദ കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്. ഇതെല്ലാം കറക്റ്റാണ്. ഈ കേസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആണെങ്കിൽ പോലും തെളിവോ അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഉന്നയിക്കട്ടെ. ഇത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വെറുതെ എൻ്റെ പൊന്നെ വെറുതെ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്ന അച്ഛനോ മകനോ പറയുന്നതിൽ 1% സത്യസന്ധത. അത് ഞാൻ കൂടെ നടന്നവനല്ലേ 25 വർഷം. ഇവരെന്തൊക്കെ ഫ്രോഡ് കാണിക്കുന്നുള്ളത് നമുക്കറിയത്തില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, സ്വന്തം വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കള്ളം പറയുന്നതിനെ കുറിച്ച് എന്നാ പറയുന്നത്?
എനിക്ക് LLM ഉണ്ടെന്ന് ഞാൻ എഴുതി പറയാവോ? എനിക്ക് LLB ഉള്ളൂ. ഞാൻ LLM ആണ്, എനിക്ക് LLM ഡിഗ്രിക്ക് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരു നിയമത്തിനകത്ത് ഞാൻ ഡോക്ടറേറ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് തുഷാർ പറയും. തുഷാറിന് ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. ഞാൻ കുട്ടികൾ ജയിലിൽ പോയി കിടന്നതല്ലേ, ദുബായി പിടിച്ചിട്ടതല്ലേ. ഞാൻ ദുബായി പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. എന്നെ അവിടെ പോയിട്ട് ജയിലിൽ ആരും പിടിച്ചിട്ടില്ല. അതിനാ കാരണം തെറ്റ് ചെയ്തിട്ടില്ല. ഇവൻ അവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജയിലിൽ പോയവനല്ലേ. അന്ന് ഞാൻ ഇന്നും ഓർക്കുക, പിന്നെ ജയിലിൽ നിന്ന് മറ്റേ യൂസഫ് അലി കാശ് കൊടുത്ത് മോചിപ്പിച്ചല്ലോ. വരുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുക. അന്നൊക്കെ മെസ്സേജ് തരുന്ന ഈ മഹേശനെ പോലുള്ളവനാ. തൂക്കി മരിച്ച മഹേശനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. 2 വണ്ടി ആള് എയർപോർട്ടിലേക്ക് എത്തിയേക്കണം. തുഷാർ വെള്ളാപ്പള്ളി സിന്ദാബാദ്, തുഷാർ വെള്ളാപ്പള്ളി സിന്ദാബാദ്, ഞങ്ങളുടെ ഓമന നേതാവ് എന്ന് നമ്മളെ കൊണ്ട് വിളിപ്പിക്കുക. മനസ്സിലായോ? എയർപോർട്ടിൽ ജയിലിൽ നിന്ന് വരുക, പൈസ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയിട്ട് ജയിലിൽ വരുക. അപ്പോൾ ഇത് സ്വീകരിക്കുക. എന്നിട്ട് ആലുവാദ്വൈതാശ്രമത്തിന് വാതൊക്കെ ഒരു സ്കൂളിൽ വെച്ച് ഭയങ്കര മീറ്റിംഗ്. ഞാൻ അവിടെ വെച്ച് മൈക്കിൽ കൂടെ പ്രസംഗിച്ചത്. നിങ്ങളുടെ വല്ല ചാനൽ വല്ല ഇതിൻ്റെ വീഡിയോ വല്ല കൊണ്ട് നോക്ക്. ഇപ്പം തന്നെ അവനെ ഞാൻ ശരിയായിക്കളെ മെറ്റൊക്കെ പറഞ്ഞു പോകും. ഒരു ശരിയാക്കാനും പോകത്തില്ല. ഒരു ശരിയാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ചുമ്മാ പറയുന്നത് ഇതൊക്കെ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും നിരപരാധിത്വം തെളിയിക്കാനും അവർ ബാധ്യസ്ഥരാണ്. തെളിയിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദുബായ് ജയിലിൽ കിടന്ന തുഷാർ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉപയോഗിച്ച് വലിയ സ്വീകരണം കൊടുപ്പിക്കുക. അതൊക്കെ നാണക്കേടല്ലേ? ഞാൻ ഒരു ദിവസം ചോദിച്ചേ, ഇയാൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി. ഒരു ഉദാഹരണമാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മഹേശൻ എന്നെ വിളിക്കുക, വക്കീലേ നാളെ എത്ര പേര് വരും? ഞാൻ പറഞ്ഞു എന്നാ കാര്യം? അപ്പോൾ അത് തുഷാർജി നാളെ ബോർഡ് മെമ്പറായിട്ട് ചാർജ് എടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു എന്നാ കിട്ടിയാൽ ഒരു കുടുംബത്തോട് കൊണ്ടുപോകാതെ. അതാ തൃശ്ശൂരുള്ള പോലെ അതില്യ ഘോഷ് അവിടെ നാട്ടിൽ യൂണിറ്റ് സെക്രട്ടറി അതൊക്കെ ആയിരുന്നു. അവിടെ എല്ലാ കാര്യം ചോദിച്ചു അയലവനെ ഇതെല്ലാം കൂടെ ഇയാളെന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് പോകുമെന്ന് ഞാൻ ചോദിച്ചു. ഇത് കഴിഞ്ഞ് ഈയിടെ ഗവൺമെൻറ് ഒരു സുനിൽ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളാപ്പള്ളിയുടെ ഒരു പോലീസുകാരൻ. അവന് വിളിച്ച് വക്കീലിന് വരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് ആലോചിച്ചിട്ടിരുന്നു. എന്നാ കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി ശരിയല്ല. അതിനകത്ത് വേറുള്ളവർക്കൊക്കെ വീതിച്ചു കൊടുക്കട്ടെ. ഇതുപോലെ തൃശ്ശൂർ ജില്ലയിലുള്ള ആർക്കെങ്കിലും കൊടുക്കണ്ടേ ഈ ബോർഡ്? ഇത് ഗുരുവായൂർ ദേവസ്വം എന്നാ കിട്ടിയാലും അപ്പനും മകനും എടുക്കുക എന്നുള്ളതാണ് ശരി. ഞാൻ ചോദിച്ചതാ. അപ്പം ഇത് മറ്റേ പോലീസുകാരൻ റെക്കോർഡ് ചെയ്തു, ഈ സുനിൽ എന്ന് പറയുന്നത്. ആ വെള്ളാപ്പള്ളി കേൾപ്പിച്ചതുണ്ടോ സന്തോഷ് വക്കീൽ ഇങ്ങനെ പറയുന്നത്. അപ്പം എനിക്കിട്ട് ഉന്നം വെക്കുമല്ലോ. പിന്നെ ഞാൻ ചോദിക്കും, എനിക്ക് ഒരുത്തിനും പേടിയില്ലാത്തതുകൊണ്ടാണ്. എനിക്കായിട്ട് കാര്യമില്ല. ഞാനിവിടെ ഇത്രയും നാളും പണിയെടുത്തല്ലോ. ഞാൻ ഇയാളുടെ വല്ല ചോദിച്ചിട്ടുണ്ടോ? ഇയാൾ എനിക്ക് അഡ്മിഷൻ വല്ലതും തന്നിട്ടുണ്ടോ? ഞാൻ നിയമനം നടത്തിച്ചിട്ടുണ്ടോ? അപ്പം പറയട്ടെ, തുഷാർ പറയട്ടെ. പാലാ യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ KM മാണി സാർ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയാകത്തില്ലായിരുന്നു. KM സന്തോഷ് കുമാർ പണിയെടുത്താണ് ജയിച്ചത്, അല്ല വെള്ളാപ്പള്ളിയാണ് വന്ന് വോട്ട് ചെയ്യിച്ചത്. പാലാ ടൗൺ ഹാളിൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടി മാണി സാറിന് പിന്തുണ കൊടുത്തു. അദ്ദേഹം ലോ മിനിസ്റ്ററായി. ഇയാൾ കേരളം മുതൽ, ഈ വെള്ളാപ്പള്ളിയുടെ കേരളം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ജില്ലകളിൽ പ്രോസിക്യൂട്ടർമാരെ ഇയാൾ കാശി മേടിച്ച് വിൽക്കുകയാണ് ചെയ്തു വെള്ളാപ്പള്ളി. ഐ നോ. പോൾട്രി കോർപ്പറേഷൻ കൊടുത്തു മാണി സാറ്. ഇയാൾ എനിക്ക് സന്തോഷം, നിനക്ക് നീ ആടാ പറഞ്ഞോ. പണിയെടുത്ത ഞാനാണല്ലോ. പത്തനംതിട്ടക്കാരൻ പത്മകുമാറിന് കൊടുത്തോട്ടെ, എനിക്കൊരു ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ആ പാട്ടിൽ എനിക്കൊന്നും തന്നില്ല എന്നെ ഇതാക്കിയത് പേരിൽ മാണി സാറിൻ്റെ ഒരു കുറ്റബോധം. മാണി സാറിൻ്റെ ജീവിച്ചിരിപ്പുണ്ട്. ഔസേപ്പച്ചനും സിബിയും PA മേഘ അവരെ കാണുമ്പോഴേ ഇപ്പം ആ ഫോൺ നമ്പർ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു സന്തോഷ് സാറേ പ്രോസിക്യൂട്ടർ സ്ഥാനം എടുക്കണോ ജില്ലയുടെ? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു വക്കീൽ ഒരു പ്രോസിക്യൂട്ടർ ജില്ലാ പ്രോസിക്യൂട്ടർ സ്ഥാനം വാഗ്ദാനം ചെയ്താൽ മേടിക്കാതിരിക്കുമോ? ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഇപ്പം മാണി സാറ് വളരെ എനിക്ക് ആത്മാർത്ഥ സ്നേഹവും വിശ്വാസവും നല്ലൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനോട് അത്രയും വലിയ ഓഫർ വന്നു. അവസാനം സിബി പറഞ്ഞു സന്തോഷ് സാറേ എടുക്ക് സാറേ. ഞാൻ പറഞ്ഞു വേണ്ട. ഒരു ദിവസം രാത്രി ഒരു 10 കഴിഞ്ഞപ്പോൾ KM മാണി സാർ നേരിട്ട് എൻ്റെ ഫോൺ വിളിച്ചത് പറയുകയാണ്, സന്തോഷിന് വേണ്ട, സന്തോഷിൻ്റെ ഭാര്യയെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. എൻ്റെ ഭാര്യ വക്കീലാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഈ കാരുണ്യത്തിന് നന്ദിയുണ്ട്, അങ്ങനോട് കാണിച്ച് വാത്സല്യത്തിന് നന്ദിയുണ്ട്. പക്ഷേ സാറേ ഞാനിങ്ങനെ SNDP എന്നൊക്കെ പറഞ്ഞ് നടക്കും. എൻ്റെ ഓഫീസ് കൂടുതലും മാനേജ് ചെയ്യുന്നത് വൈഫാണ്. അവിടെ വൈഫ് അത് വേണ്ട സാറേ, ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. 4-5 മാസം ഇട്ടുകൊണ്ട് കിടന്ന പോസ്റ്റ് കോട്ടയത്ത് ജില്ലാ കോടതി 2. സത്യം നിങ്ങൾ ഔസേപ്പച്ചനോട് ചോദിക്കുക, അതിന് പോലും പോകാത്ത ആളുകളാണ് നമ്മൾ. ഈ പോൾട്രി കോർപ്പറേഷൻ മേടിച്ച് പത്തനംതിട്ടക്കാരന് കൊടുത്തിട്ട് എന്നാ കിട്ടി? അവസാനം മാണി സാറിനെ ചീത്ത വിളിച്ചു ലാസ്റ്റ്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കി.
ഒരു കോഴിക്കുഞ്ഞിന് വിറ്റാൽ 1 രൂപ കിട്ടിയാൽ പോലെ, ഇത് ഇറക്കുമതിയാണല്ലോ. ഒരു കോഴിക്ക് 1 രൂപ കിട്ടിയാൽ വല്ലതും കിട്ടുമോ? കോഴിത്തീറ്റ, കോഴിക്കൂട്, കോഴി എല്ലാം കൂടെ ഇത് ഇറക്കും ഇതേ പരിപാടി. ഇത് കച്ചവടമാണ്. ഇപ്പം തന്നെ MP ശ്രീകുമാറും സുഭാഷ് ബാസും ഒക്കെ ഇയാളോട് തെറ്റി. എന്നാ കാരണം? കച്ചവടത്തിലെ കണക്ക്. അതെ, എനിക്ക് തോന്നുന്നു ഈ കച്ചവടത്തിലെ പശകാണ്. ഇപ്പം തന്നെ മഹേഷിന്റെ ആത്മഹത്യ കുറിപ്പ് എടുത്ത് വായിച്ച് ദേവസ്വം ബോർഡുകളിൽ നിയമനങ്ങൾ നടത്തിയപ്പോൾ വെള്ളാപ്പിള്ളിയുടെ കാശ് മേടിച്ചിട്ടാണ് കൊടുത്തുന്ന എഴുതിയിരിക്കുന്നത്. സുഭാഷ് ബാസു ചിലപ്പോൾ സുഭാഷ് ബാസു ഇച്ചിരി കൂടുതലെടുത്ത് കാണും. വേണ്ടല്ലോ, 1 കിലോ ശർക്കരയ്ക്ക് 1 രൂപ കിട്ടിയ വല്ലതും കിട്ടും. 1 കിലോ ശർക്കരയിൽ 1 രൂപ വെച്ച് അടിക്കുക. എത്ര ടൺ ശർക്കര വേണം ശബരിമല? ഒരു ഉദാഹരണം ഞാൻ പറയാം. അന്നല്ലേ MP ശ്രീകുമാർ ആയിട്ട് യുദ്ധമായി പ്രശ്നമായി MP ശ്രീകുമാറിനെ പുറത്താക്കി. MP ശ്രീകുമാർ ഗോകുലം ഗോപാലിൻ്റെ തന്തയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ മംഗളം പത്രത്തിൽ ഒരു ഫുൾ പേജ് സപ്ലിമെൻ്റ് ഇട്ടതാണ് ഈ MP ശ്രീകുമാർ. പിന്നെ ഇവൻ നാണം കെട്ടവനായതുകൊണ്ട് വീണ്ടും പോയി ആ കൂട്ടത്തിൽ പോയി കൂടി. അവനൊക്കെ എപ്പോഴും നാണം കെട്ട് അടക്കാം മീശം വെച്ചോണ്ട്. ഇപ്പോൾ അവിടെ പോയി ഇരിക്കുകയാണല്ലോ, അവൻ്റെ കൂട്ടത്തിൽ കൂടി ഇരുത്തിയിരിക്കുകയാണല്ലോ. അവിടെ ഇരുത്തിക്കൊണ്ട് പിന്നെ ഇരുത്തിക്കൊണ്ട് ഇയാൾ തന്തയ്ക്ക് വിളിക്കും. ഇയാളെ ഈ ശ്രീകുമാറിനെ ഇരുത്തിക്കൊണ്ട് ഈ വെള്ളാപ്പള്ളി സാർ തന്തയ്ക്ക് വിളിക്കും.